ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ലോ മൗണ്ടൈൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഒരു അടിപൊളി വ്യൂ ആണ് ഇത് കേട്ടോ. കിടിലൻ്റെ ഒരു വ്യൂ ആണ്. നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ ഒരു 40 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് നമ്മൾ ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ഗംഭീരമായിട്ടുള്ളൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം ഏകദേശം 9:30, രാത്രി 9:30 രാത്രി 9:30 കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗമാണ് വിക്ലോ മൗണ്ടൈൻ എന്ന് പറഞ്ഞ്. ഇതുകൊണ്ടോ അവിടെ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ നല്ല ഗംഭീരമായിട്ട് കിടപ്പുണ്ട്, നല്ല അടിപൊളിയായിട്ട്. നമ്മളിപ്പോൾ വന്നിറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെയുള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, താഴോട്ട് നോക്കുമ്പോഴത്തേന് എന്ത് ഗംഭീര താഴ്വാരമാണെന്ന് നോക്കിയാൽ. സൂപ്പർ താഴ്വാരം. ഇവിടെ നിന്ന് നല്ല ഒരു റിവർ താഴോട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇത് ശരിക്കും റിവർ തന്നെയാണ്. ഇവിടെ താഴേക്ക് ഒഴുകുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മൾ കയറി വന്നിട്ടുള്ള റോഡാണ് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങ് ദൂരെ നമുക്കൊരു ചെമ്മരിയാട്ടും കൂട്ടവും അതുപോലെ തന്നെ അത് സംരക്ഷിക്കുന്ന ഒരു വീടും അതിൻ്റെ പരിസരങ്ങളും കാണാൻ സാധിക്കും. ഇത് കണ്ടോ, അങ്ങ് ദൂരെയായിട്ട് വെള്ള കളറിൽ കാണുന്നതെല്ലാം ശരിക്കും ആടുകളാണ്. ആടുകളിൽ നിന്ന് പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണാം. അതുപോലെ തന്നെ ഇത് കണ്ടോ, റിവർ അങ്ങ് ദൂരേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും ദൂരെ നിന്ന് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല ദൂരെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം ഇത്രയും ദൂരെ നിന്നാണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇവിടെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി കാഴ്ചയാണ്. ഇതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന വിക്ലോ മൗണ്ടൈൻ്റെ ഭാഗമായിട്ടുള്ള ഗ്ലെൻ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോളിലാണ് നിൽക്കുന്നത്. നല്ല സൂപ്പർ കാഴ്ചയാണ്. അത്യാവശ്യം വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ഈ വശത്ത് ഇതൊരു റോഡുണ്ട്. നമ്മളിവിടെയായിട്ട് നിന്നുകൊണ്ടാണ് നമ്മളിതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പുറകിലായിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള വിക്ലോ മൗണ്ടൈൻ്റെ ആ വ്യൂവും അതുപോലെ തന്നെ താഴേക്ക് ഒഴുകുന്ന ഈ വെള്ളത്തിൻ്റെ ഇരമ്പിലൊക്കെ നമ്മൾ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളങ്ങനെ കുറച്ചും കൂടെ ഇപ്പുറത്തേക്ക് ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേന് ഒരു ഏകദേശം നമ്മൾ ഇതിൻ്റെ സമതലം എത്തിയിരിക്കുകയാണ്. മൗണ്ടൈൻ്റെ ഒക്കെ നമ്മൾ ഈ മുകൾ ഭാഗത്തായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം മുമ്പേ അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ നോക്കിയപ്പോഴത്തേന് അവിടെ മാനുകളൊക്കെ ഓടിപ്പോകുന്ന കാഴ്ച ഉണ്ടായിരുന്നു. നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ നിർത്തിയപ്പോഴത്തേന് അത് ഓടിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല സൂപ്പർ വ്യൂ. നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു റിവർ ഒഴുകാൻ തുടങ്ങുന്നത് ഈ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് വലിയൊരു മൗണ്ടൈനാണ്. ആ മൗണ്ടൈൻ്റെ ഭാഗമായിട്ട് അത് മുകളിൽ നിന്ന് ഇത് കണ്ടോ അങ്ങനെ ഒഴുകിയാണ് നമ്മൾ ഈ താഴേക്ക് ഇത് ഒഴുകി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേന് നമുക്കൊരു ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചെറിയൊരു കാറ്റുണ്ട്, നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു നല്ല മഴ പെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ശരിക്കും സമ്മറാണ്, പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ രാത്രി ഏകദേശം 10 മണി കഴിഞ്ഞിട്ടുമുണ്ട്. ഈ ഒരു സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട് അടിപൊളിയാണ്. പുറകിലായിട്ട് ഈ ഒഴുകുന്ന നേരത്തെ പറഞ്ഞ ആ റിവർ ഒഴുകുന്ന ആ ഒരു ശബ്ദവും ഒക്കെ കേട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ വന്ന് നിൽക്കാനും, അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴത്തേന് കുറേ ടെൻറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഒരുപാട് ഇന്ത്യൻസൊക്കെ വന്നിട്ടാണ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇംഗ്ലീഷുകാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കുറേ ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയുള്ളൊരു കിടിലനൊരു സ്പോട്ടാണ്. ഇതുകൊണ്ട് അങ്ങ് ദൂരെ നമ്മുടെ ആ മലയുടെ മുകളിൽ ഹൈക്കിങ്ങിനൊക്കെ പോയിട്ട് ഒരു ഫാമിലിയായിട്ട് വരുന്നുണ്ട്, ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്ന കാഴ്ച. സൂപ്പർ ഗംഭീര കാഴ്ചയല്ലേ. ഇപ്പോൾ സമയം ഏകദേശം 10 മണി കഴിഞ്ഞ് 10:30 ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രയും ദൂരെ ഈ മലയുടെ മുകളിൽ അവർ കയറിയിട്ട് നടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് ഗംഭീരമായിട്ടുള്ളൊരു സ്പോട്ടിൽ ഞങ്ങളിങ്ങനെ ഉണ്ട് നമ്മുടെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഈ വിജനമായിട്ടുള്ള ഈ റോഡിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, നല്ല സൂപ്പർ വ്യൂ അല്ലേ. ഇങ്ങനെ ബൈക്കിൽ ആകാശവും ഒക്കെ ആയിട്ട് സൂപ്പർ വ്യൂ. ഇതുകൊണ്ടോ നമ്മളിവിടെ ഇങ്ങനെ ഗ്ലെൻ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പാർക്കിങ്ങിൽ ഇവിടെ വന്ന് വണ്ടി ഒതുക്കി നിർത്തി. ഇവിടെയായിട്ട് എന്നാ പറയുന്നത്, ടെൻ്റ് അടിച്ച് ഇവിടെ ഒത്തിരി പേര് നിൽപ്പുണ്ട്, ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്. അങ്ങനൊരു ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വ്യൂ
സ്ഥലമാണ് ഈ പറയുന്ന ഈ ഒരു വനത്തിനകത്ത്. ഇത് കണ്ടോ, ഇവിടെയായിട്ട് കുറേ പേര് ഇതാണ് അവിടെയൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട്, അടിപൊളി വ്യൂ, സൂപ്പർ വ്യൂ ആണ്. നമ്മൾ നിൽക്കുന്നത് വിക്ലോ മൗണ്ടെയിൻ പാർക്ക് എന്നറിയപ്പെടുന്ന വിക്ലോ മൗണ്ടെയിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ ഈ ഒരു പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സ്പോട്ടിൽ പാർക്കിങ്ങിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. സൂപ്പർ വ്യൂ ആണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരയ്ക്കുന്നുണ്ട്. പൊളി. എങ്ങനെയുണ്ട് സ്ഥലം? ആണോ, ഇഷ്ടപ്പെട്ടു? ഇതുകൊണ്ട് ഇവിടെ ക്യാമ്പർ വാഹനങ്ങളൊക്കെ കിടപ്പുണ്ട്, ഒത്തിരി വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, ഒത്തിരി പേര് അതിനകത്ത് തന്നെ നിൽപ്പുണ്ട്. ഇതുകൊണ്ട് സൂപ്പർ കാഴ്ച. ഇവിടെ ഇതിൻ്റെ നാഷണൽ പാർക്കിൻ്റെ ബോർഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഗ്ലെൻ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ റിവർ ഒഴുകി വളരെ സൈലൻ്റായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൂപ്പർ വ്യൂ കേട്ടോ, നല്ല അടിപൊളി കാഴ്ച. നല്ല രാത്രി 10:30 ഉള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതുകൊണ്ട് നമ്മൾ വന്നേക്കുന്ന ഹാർബർ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഗ്ലെൻ മാഗ്നസ് വാട്ടർഫോളിൻ്റെ അടുത്താണ് നമ്മൾ വന്നേക്കുന്നത്. ഇത് ശരിക്കും അവോക്ക റിവർ ക്യാച്ച്മെൻറ്റ് ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യങ്ങളും എല്ലാം ഇവിടെ എന്തൊക്കെയുണ്ട്, എന്ത് ജീവികളൊക്കെ ഉണ്ട്, എത്ര ഇതിലുള്ള മൃഗങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സിഗ എന്ന് പറഞ്ഞിട്ടുള്ള ഡിയറാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു പക്ഷിയാണ് ഡിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഡിപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പക്ഷി വളരെ യുണീക്കാണ്. ഇത് ഐറിഷ് ഇവിടെ മാത്രം കാണപ്പെടുന്ന ബേഡാണ്, അയർലൻഡിൽ മാത്രം, ക്ലീൻ വാട്ടേഴ്സിൽ മാത്രം കാണുന്ന ഒരു ബേഡാണ്. അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു വനത്തിനകത്ത് ഒരുപാട് പേര് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ തീയൊക്കെ കത്തിച്ച് അവർ രാത്രികാലം ആശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും കുറേ പേര് ടെൻ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ക്ലീൻ വാട്ടറായിട്ടുള്ള ഒരു റിവറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ആ ബേർഡും കാര്യങ്ങളും എല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെയുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റിനകത്ത് ടെൻസ് ഉണ്ടെന്ന് ഫ്രീ ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ചുമ്മാ പോയിട്ട് ചെയ്താൽ മതി, പൈസ ഒന്നും വേണ്ടെന്ന്. പിന്നെ അടുത്ത ആൾക്കാരും അവരും ടെൻസ് അടിക്കാൻ പോകാൻ തോന്നുന്നു അവിടെ. അവരുമോ? ഫ്രീ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒന്നും താമസിക്കാം. അപ്പോൾ ഗ്ലെൻ മാഗ്നസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ നദിയുടെ കാഴ്ചകളും ഈ റിവറിൻ്റെ ഈ വ്യൂവും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു ക്യാമ്പിങ്ങിൻ്റെ രീതികളും വിക്ലോ മൗണ്ടെയിൻ്റെ പാർക്കിൻ്റെ വ്യൂവും ഒക്കെ ആയിട്ടുള്ള രാത്രികാല എന്നാൽ പകലെന്ന് തോന്നിപ്പിക്കുന്ന വിഷയമാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇതുപോലുള്ള ഗംഭീരമായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുവിട്ടാൽ അതിലേക്കാണ്. ഗുഡ് ബൈ. ഇതുണ്ട് ഗ്ലെൻ മാഗ്നസ് എന്ന് പറഞ്ഞ ഈ വാട്ടർഫോളിൻ്റെ ശരിക്കുള്ള വ്യൂ ഇതാണ്. ശരിക്കും ശകലം ഇരുട്ടിപ്പോയി, അതിനാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും അടിപൊളി ഒരു കാഴ്ചയല്ലേ. നല്ല ആട്ടിൻ കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള ഒരുപാട് ആടുകളുണ്ട്. അതുകൊണ്ട് അവിടെയായിട്ടൊരു മാൻ നിൽപ്പുണ്ട്. പക്ഷേ ആ മാനിനെ എനിക്കവിടെ ഇരുട്ടിപ്പോയി, ഇതുണ്ട് സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല.